പ്രൊഡക്റ്റ് പോസ്റ്റർ തന്നെയാണ്. കാരണം കുറേ ആൾക്കാരിങ്ങനെ ഓൺ വോയിസ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും മുഴുവനായിട്ട് കാണാം വീഡിയോ. പിന്നെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. അത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്യും. Ctrl X അടിക്കുക, ഡിലീറ്റ് ചെയ്യുക, Shift V. ഇപ്പം ഇതുമാരത്തെ ബീജമൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടമാതിരി കിട്ടും. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. എന്ത് സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്യുക. അതിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇതിലിട്ടപ്പോൾ നോക്കിയാൽ കണ്ടില്ലേ, ബാക്കിലുള്ള ആ ഒരു കളർ ഇതും നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ഒരു ഇതുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഇവിടെ നിന്ന് ഇരുത്തണം. നല്ലൊരു ഏരിയ നോക്കിയിട്ട് അവിടെ ഇരുത്താം. എന്നിട്ട് ന്യൂ ലെയർ എടുത്തിട്ട് ഞാൻ ഇപ്പം ഇതിൻ്റെ ഇവിടെ എല്ലാവരുടെയും ലൈറ്റ് വരുന്നത് എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു നിഴലൊക്കെ നോക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ഈ ഇലകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടേക്കൊക്കെ ഈ ഒരു ഏരിയ എന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പം അത് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു നിഴൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ നിഴൽ സെറ്റ് ചെയ്യണം. ന്യൂ ലെയർ എടുത്തു. എപ്പോഴും ഈ ഫുള്ള് ഇതായിട്ടുള്ള കളർ യൂസ് ചെയ്യുക. ഇപ്പം ബ്ലാക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിഴൽ ഇത് ചെയ്യാനുള്ള ഒരു ഇത് അല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ ഇമേജ് മുഴുവൻ ഏതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിഴൽ. അത് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു നിഴൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫിൽറ്ററിൽ പോയിട്ട് ഗാലറി ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കുറച്ച് മതി ബ്ലർ. ഓക്കെ, ഇത് ബാക്കിലേക്ക് ഇടാം നമുക്ക്. എന്നിട്ട് ഇവിടെ ഇത് കുറച്ച് കറക്റ്റ് ചെയ്യാണ്ട് ഇതാണ്. അത് നമ്മൾ ഇവിടെ ലോക്കട ബ്രഷ് എടുക്കുക. എടുത്തു. ഇപ്പം നിഴലിൻ്റെ ഒരു ഇത് ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് ഈ സംഭവത്തിന് കൂടിയ കളർ ഇപ്പോൾ ഈ ഇമേജിന്മേ ഇത് എവിടെ വെച്ചോ പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്തതിൻ്റെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ഇതാണ് ഇത് കാണുന്നത്. അത് നമുക്ക് മാറ്റണം. അതിന് നമ്മളൊരു ന്യൂ ലെയർ എടുക്കുക. ന്യൂ ലെയർ എടുത്തു. ഇവിടെ ന്യൂ ലെയർ എടുത്തു. ഇനി അത് നമുക്ക് ഫുള്ളായിട്ട് ഡാർക്കൊക്കെ. ഇനി ഇതിൻ്റെ ഒരു ലൈറ്റിങ് നമ്മളിതുമ്പോൾ വരുത്തണം. ഓക്കെ, ഇനി ഈ ലെയർ തന്നെ ഒരു കോപ്പി കൂടി എടുക്കുക. ഒരു കോപ്പി കൂടി എടുത്തിട്ട് നമുക്ക്
ഈ ഒരു ബ്രൈറ്റ്നെസ് കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു കോപ്പി കൂടി എടുക്കുക. കുറച്ചിടാത്. ഓക്കെ, ഇനി ഇതുമ്മ സെലക്ട് ചെയ്തിട്ട് ഒരു ലെയറും കൂടി എടുക്കുക. ലെയറും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുള്ള കളറിൻ്റെ ഒരു ഇത് നമുക്ക് ഇതുമ്മ വരുത്തണം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് അത് വരേണ്ടതാണ്. അപ്പം അത് നമ്മൾ വരുത്താണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കളയാം. ഉണ്ടല്ലേ, ഇപ്പോൾ നമുക്ക് ഈ കളറും ഇതായിട്ട് സൂട്ടായില്ലേ. ഇനി നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ലെയറുള്ള ഇത് ഡാർക്കായിട്ടുള്ള ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഒപ്പാസിറ്റി കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കളർ സെറ്റായി. മനസ്സിലായി? നേരത്തെ കണ്ട ആ കളറല്ലല്ലോ ഇപ്പോൾ. ഇനി അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് കുറച്ചും കൂടി ഒരു ഇതായിട്ട് കാണണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു ഫോഗ് പോലത്തെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. അതിനായിട്ട് നമ്മൾ സ്മോക്ക് ബ്രഷ് എടുത്തു. സ്മോക്ക് ബ്രഷ് അല്ല വേണ്ടത്, ഫോഗ് ബ്രഷാണ്. സ്മോക്ക് വേണ്ട, നമുക്ക് ഫോഗ് ബ്രഷ് എടുക്കാം. റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇമ്പോർട്ട് ബ്രഷിൽ ഞാൻ അവിടെ കുറച്ച് ബ്രഷ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫോഗ് ബ്രഷ് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ വരും. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക ഏതൊക്കെ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ന്യൂ ലെയർ എടുക്കുക. ഈ ഒരു കളർ തന്നെ കൊടുത്തിട്ട് നമുക്ക് ഒരു ഫോഗ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലേ, നമുക്കിതെടുത്തിട്ട് ഓക്കെ, ഇനി നമുക്കിതെടുത്തിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് എലമെൻറ്റ് വരണം. വൈറ്റ് ഓക്കെ, വൈറ്റ് വന്നു. ഇനി നമുക്കിവിടെ ഒരു നോയ്സ് വരുത്തണം. അതിനായിട്ട് ഒരു ലെയറും കൂടി ഇടാം. സ്നോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രഷിൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റാണെന്ന് അറിയില്ല, നോക്കി നോക്കാം. ലെയർ ഇട്ടില്ലേ നമ്മൾ വൈറ്റാണ് സെലക്ട് ആക്കി എടുക്കുന്നത്. ഗ്രീൻ തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് പാർട്ടിക്കിൾ നോക്കാം. ഇങ്ങനത്തെ സംഭവം പാർട്ടിക്കിൾ
പാർട്ടിക്കിൾ ലൈറ്റ് BG സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുമാതിരത്തെ കുറേ സംഭവങ്ങൾ കിട്ടും. ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഈ സാധനമൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുള്ള. വേറെ നോക്കാം. ഇത് നോക്കാം വേണമെങ്കിൽ. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ചിലപ്പൊക്കെ കറക്റ്റ് കിട്ടും കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കളറ് ഇത് എന്തൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ട് കളർ എങ്ങനെ മാറ്റാം, കാര്യങ്ങളൊക്കെ. പിന്നെ ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, നന്ദി. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് പ്രൊഡക്റ്റ് പോസ്റ്റർ തന്നെയാണ്. കാരണം കുറേ ആൾക്കാരിങ്ങനെ ഓൺ വോയിസ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും മുഴുവനായിട്ട് കാണാം വീഡിയോ. പിന്നെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. അത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്യും. Ctrl+X അടിക്കുക, ഡിലീറ്റ് ചെയ്യുക, Shift+V. ഇപ്പം ഇതുമാരത്തെ ബീജൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടമാതിരി കിട്ടും. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. എന്ത് സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്യുക. അതിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇതിലിട്ടപ്പോൾ നോക്കിയാൽ കണ്ടില്ലേ, ബാക്കിലുള്ള ആ ഒരു കളർ ഇതും നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ഒരു ഇതുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഇവിടെ നിന്ന് ഇരുത്തണം. നല്ലൊരു ഏരിയ നോക്കിയിട്ട് അവിടെ ഇരുത്താം. എന്നിട്ട് ന്യൂ ലെയർ എടുത്തിട്ട് ഞാൻ ഇപ്പം ഇതിൻ്റെ ഇവിടെ എല്ലാവരുടെയും ലൈറ്റ് വരുന്നത് എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു നിഴലൊക്കെ നോക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്. ഈ ഇലകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടേക്കൊക്കെ ഈ ഒരു ഏരിയ എന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പം അത് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു നിഴൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ നിഴൽ സെറ്റ് ചെയ്യണം. ന്യൂ ലെയർ എടുത്തു. എപ്പോഴും ഈ ഫുള്ള് ഇതായിട്ടുള്ള കളർ യൂസ് ചെയ്യുക. ഇപ്പം ബ്ലാക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിഴൽ ഇത് ചെയ്യാനുള്ള ഒരു ഇത് അല്ല വേണ്ടത്. നമ്മൾ
നമ്മുടെ ഇമേജ് മുഴുവൻ ഏതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിഴൽ അത് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു നിഴൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫിൽറ്ററിൽ പോയിട്ട് ഗാലറി ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കുറച്ച് മതി ബ്ലർ. ഓക്കെ, ഇത് ബാക്കിലേക്ക് ഇടാം നമുക്ക്. എന്നിട്ട് ഇവിടെ ഇത് കുറച്ച് കറക്റ്റ് ചെയ്യാണ്ട് ഇതാണ്. അത് നമ്മൾ ഇവിടെ ലോക്കട ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തു. ഇപ്പം നിഴലിൻ്റെ ഒരു ഇത് ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് ഈ സംഭവത്തിന് കൂടിയ കളർ ഇപ്പോൾ ഈ ഇമേജിന്മേ ഇത് എവിടെ വെച്ചോ പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്തതിൻ്റെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ഇതാണ് ഇത് കാണുന്നത്. അത് നമുക്ക് മാറ്റണം. അതിന് നമ്മളൊരു ന്യൂ ലെയർ എടുക്കുക. ന്യൂ ലെയർ എടുത്തു. ഇവിടെ ന്യൂ ലെയർ എടുത്തു. ഇനി അത് നമുക്ക് ഫുള്ളായിട്ട് ഡാർക്കൊക്കെ. ഇനി ഇതിൻ്റെ ഒരു ലൈറ്റിങ് നമ്മളിതുമ്പോൾ വരുത്തണം. ഓക്കെ, ഇനി ഈ ലെയർ തന്നെ ഒരു കോപ്പി കൂടി എടുക്കുക. ഒരു കോപ്പി കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബ്രൈറ്റ്നെസ് കീപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു കോപ്പി കൂടി എടുക്കുക. കുറച്ചിടാത്. ഓക്കെ, ഇനി ഇതുമ്മ സെലക്ട് ചെയ്തിട്ട് ഒരു ലെയറും കൂടി എടുക്കുക. ലെയറും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുള്ള കളറിൻ്റെ ഒരു ഇത് നമുക്ക് ഇതുമ്മ വരുത്തണം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് അത് വരേണ്ടതാണ്. അപ്പം അത് നമ്മൾ വരുത്താണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കളയാം. ഉണ്ടല്ലേ, ഇപ്പോൾ നമുക്ക് ഈ കളറും ഇതായിട്ട് സൂട്ടായില്ലേ. ഇനി നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ലെയറുള്ള ഇത് ഡാർക്കായിട്ടുള്ള ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഒപ്പാസിറ്റി കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കളർ സെറ്റായി. മനസ്സിലായി? നേരത്തെ കണ്ട ആ കളറല്ലല്ലോ ഇപ്പോൾ. ഇനി അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് കുറച്ചും കൂടി ഒരു ഇതായിട്ട് കാണണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു ഫോഗ് പോലത്തെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. അതിനായിട്ട് നമ്മൾ സ്മോക്ക് ബ്രഷ് എടുത്തു. സ്മോക്ക് ബ്രഷ് അല്ല വേണ്ടത്, ഫോഗ് ബ്രഷാണ്. സ്മോക്ക് വേണ്ട, നമുക്ക് ഫോഗ് ബ്രഷ് എടുക്കാം. റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇമ്പോർട്ട് ബ്രഷിൽ ഞാൻ അവിടെ കുറച്ച് ബ്രഷ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫോഗ് ബ്രഷ് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ വരും.
അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക ഏതൊക്കെ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ന്യൂ ലെയർ എടുക്കുക. ഈ ഒരു കളർ തന്നെ കൊടുത്തിട്ട് നമുക്ക് ഒരു ഫോഗ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലേ, നമുക്കിതെടുത്തിട്ട് ഓക്കെ. ഇനി നമുക്കിതെടുത്തിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് എലമെൻറ്റ് വരണം. വൈറ്റ് ഓക്കെ, വൈറ്റ് വന്നു. ഇനി നമുക്കിവിടെ ഒരു നോയ്സ് വരുത്തണം. അതിനായിട്ട് ഒരു ലെയറും കൂടി ഇടാം. സ്നോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രഷിൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റാണെന്ന് അറിയില്ല, നോക്കി നോക്കാം. ലെയർ ഇട്ടില്ലേ നമ്മൾ വൈറ്റാണ് സെലക്ട് എടുക്കുന്നത്. ഗ്രീൻ തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് പാർട്ടിക്കിൾ നോക്കാം. ഇങ്ങനത്തെ സംഭവം പാർട്ടിക്കിൾ ലൈറ്റ് BG സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുമാതിരത്തെ കുറേ സംഭവങ്ങൾ കിട്ടും. ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഈ സാധനമൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുള്ള. വേറെ നോക്കാം. ഇത് നോക്കാൻ വേണമെങ്കിൽ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ചിലപ്പൊക്കെ കറക്റ്റ് കിട്ടും കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള കേസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കളറ് ഇത് എന്തൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ട് കളർ എങ്ങനെ മാറ്റാം, കാര്യങ്ങളൊക്കെ. പിന്നെ ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.